ബിൽ ഗേറ്റ്സിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ നിങ്ങൾ ഒരു ദരിദ്രനായി തന്നെ മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഇത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതിൽ പറയുന്നത് പോലെ എത്ര സാധാരണ സാഹചര്യത്തിൽ ജനിച്ചവരാണെങ്കിലും പണം ഉണ്ടാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഒരു പണക്കാരനാവുക അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് പ്രധാന കാരണം പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ്. പണം കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു മനഃശാസ്ത്രമുണ്ട്. അത് മനസ്സിലാക്കിയാൽ സാമ്പത്തിക വിജയം നേടുക എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മോഗൻ ഹോസൽ എഴുതിയ പ്രശസ്തമായ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. പണത്തോടുള്ള നമ്മുടെ സമീപനത്തെയും തീരുമാനങ്ങളെയും നമ്മുടെ വികാരങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഈ പുസ്തകം വളരെ ലളിതമായി പറഞ്ഞു തരുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിത സാഹചര്യങ്ങളും ഉദാഹരണങ്ങളും ഉൾപ്പെടുത്തി പണത്തിൻ്റെ ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ അധ്യായം, നോ വൺസ് ക്രേസി. ഓരോരുത്തരും പണത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് അവരവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഓരോ തലമുറയും കടന്നുപോയ സാമ്പത്തിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഭയങ്കരമായി തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. 90കളിൽ ഓഹരി വിപണിയിലെ നല്ല നേട്ടമുണ്ടാക്കുന്നത് നേരിട്ട് കണ്ട ഒരാൾക്ക് ഇപ്പോഴും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ വലിയ താല്പര്യവും വിശ്വാസവും ഉണ്ടാകും. എന്നാൽ 2008 ലോക സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ച ഒരാൾക്ക് ഓഹരി വിപണി ഇപ്പോഴും പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കാം. അവർ ഒരു പക്ഷേ സ്വർണത്തിലോ സ്ഥലത്തിലോ പണം മുടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാകാം. നമ്മുടെ നാട്ടിലേക്ക് തന്നെ നോക്കാം. സാമ്പത്തിക ഉത്കരണത്തിന് മുൻപുള്ള തലമുറ ചിന്തിക്കുന്നതും അതിനുശേഷമുള്ള പുതിയ തലമുറ ചിന്തിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസങ്ങളില്ലേ? ഇപ്പോഴത്തെ കോവിഡിൻ്റെ സിറ്റുവേഷനും അതിനൊരു ഉദാഹരണമാണ്. കോവിഡിന് മുമ്പുള്ള തലമുറ എങ്ങനെ ചിന്തിച്ചോ അതിലും വളരെ വ്യത്യസ്തമായിട്ടാണ് കോവിഡിന് ശേഷം ആളുകൾ ചിന്തിക്കുന്നത്. പഴയ ആളുകൾക്ക് സ്ഥലം വാങ്ങുന്നതിലും സ്വർണം വാങ്ങുന്നതിലും ഒരു പ്രത്യേക താല്പര്യവും സുരക്ഷിതത്വവും ബോധമുണ്ട്. എന്നാൽ പുതിയ തലമുറ ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ, എന്തിന് ക്രിപ്റ്റോ കറൻസിയിൽ പോലുള്ള പുതിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കാനാണ് ധൈര്യം കാണിക്കുന്നത്. ഇവിടെ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഓരോരുത്തരുടെയും അനുഭവങ്ങളും അവർ ജീവിച്ച സാഹചര്യങ്ങളുമാണ് അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വന്തം അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കുക. മറ്റൊരാളുടെ രീതി അതേപടി പകർത്തുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് ചേർന്നതാണോ എന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തമായി പഠിക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഭാഗ്യത്തിനും അതേപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അപകട സാധ്യതകൾ അഥവാ റിസ്കിനും വലിയ പങ്കുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പല വിജയങ്ങളും ഒരാളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഉണ്ടായതാവണമെന്നില്ല. അതിൽ ഭാഗ്യത്തിൻ്റെ ഒരു ചെറിയ അംശം കൂടി ഉണ്ടാകാം. അതേപോലെ ചിലപ്പോൾ നമ്മളുടെ ഒരു തെറ്റിലല്ലാതെ തന്നെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിക്കാം. അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ അതിന് കാരണമായേക്കാം. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഒരാൾ വലിയ പ്രതീക്ഷയോടെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു എന്ന് കരുതുക. അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നോട്ട് നിരോധനം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതുപോലെ ഒരു പ്രളയമോ കോവിഡോ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് അയാളുടെ ബിസിനസ്സിനെ തകർത്ത് കളഞ്ഞേക്കാം. ഇവിടെ ആ വ്യക്തിയുടെ കഴിവിൻ്റെ കുറവ് കൊണ്ടല്ല ആ നഷ്ടം സംഭവിച്ചത്, മറിച്ച് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ പലപ്പോഴും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തുന്നത് ഭാഗ്യം കൊണ്ട് വലിയ വിജയങ്ങൾക്കും കാരണമായേക്കാം. നന്നായി പഠിച്ച് ഒരു നിക്ഷേപം നടത്തുക എന്നത് നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്നത് പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്നല്ല. ഇതിൽ വിപണിയുടെ സാഹചര്യങ്ങൾ, സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ പല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നഷ്ടസാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും മുമ്പ് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണാതെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കുക. എല്ലാ വശങ്ങളും മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. ഇതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ അധ്യായം, നെവർ ഇനഫ്. എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ. ജീവിതത്തിൽ മുന്നേറാനും കൂടുതൽ നേടാനും ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു അത്യാഗ്രഹമായി മാറുന്നിടത്ത് അത് വലിയൊരു അപകടം സൃഷ്ടിക്കും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കാറുണ്ട്. അയൽക്കാരൻ്റെ വലിയ വീട്, കൂട്ടുകാരൻ്റെ പുതിയ കാറ്, ബന്ധുക്കളുടെ ആഡംബര ജീവിതം, ഇതൊക്കെ കാണുമ്പോൾ നമ്മളും അതുപോലെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടും. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ യഥാർത്ഥ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടേക്കാം. സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുമില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് വലിയ തുക ലോൺ എടുത്ത് ആഡംബര വീടുകൾ പണിയുന്നത്. ചിലപ്പോൾ അത് തിരിച്ചടിക്കാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ കടക്കിണിയിലാകും. നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നമ്മൾ സ്വയം ചോദിക്കണം. മറ്റുള്ളവരുടെ ജീവിത രീതികൾ അതേപടി പകർത്താൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല എന്നൊരു തോന്നൽ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. സ്വന്തമായി ഒരു വീട് വേണോ? ഏതു തരം വീട്? നമുക്കൊരു വാഹനം ആവശ്യമുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ അത് ഏത് തരം വാഹനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സാമ്പത്തിക വരുമാനം അനുസരിച്ചിട്ടുള്ള ഒരു വാഹനം തിരഞ്ഞെടുക്കാനുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വലിയ പ്ലാൻ തയ്യാറാക്കുക. അതിനനുസരിച്ച് നമ്മൾ പണം കണ്ടെത്താനും അത് നീക്കിവെക്കാനും ശ്രമിക്കുക. ഓർക്കുക, കൂടുതൽ പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ കയ്യിലുള്ള പണം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും അത്യാഗ്രഹം കാരണം നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത്. ഇനഫ് ഈസ് ഹാപ്പിനെസ്. മതി എന്ന ചിന്തയാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത്. അധ്യായം 4, കൂട്ടുപലിശയുടെ ശക്തി അഥവാ ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇത് ലളിതമായി പറഞ്ഞു തന്നാൽ പലിശയ്ക്ക് മുകളിൽ പലിശ വരുന്ന ഒരു രീതിയാണ്. അതായത് നിങ്ങളുടെ പണത്തിന് സ്വയം വളരാനുള്ള ഒരു കഴിവ്. അത് നൽകുന്ന ഒരു മാന്ത്രിക വിദ്യ. ചെറിയ തുകയാണെങ്കിൽ പോലും ദീർഘകാലം നിക്ഷേപം തുടർന്നാൽ അതിലെ കൂട്ടുപലിശയുടെ ശക്തി കൊണ്ട് അത്ഭുതകരമായ ഒരു വളർച്ച നേടാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ ലോക പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ നിക്ഷേപം ആരംഭിച്ചു. പതിറ്റാണ്ടുകളോളം ക്ഷമയോടെ അത് തുടർന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭൂരിഭാഗം എന്നത് അദ്ദേഹത്തിൻ്റെ 50-60 വയസ്സുകൾക്ക് ശേഷമാണ്. അഥവാ കൂട്ടുപലിശയുടെ ഒരു മാജിക് എന്ന് തന്നെ പറയാൻ പറ്റും. കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്നൊരു 10,000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. അതിന് വർഷം 10% പലിശ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 11,000 രൂപയുണ്ടാകും. പിന്നീടുള്ള അടുത്ത വർഷം നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് ആ 11,000 രൂപയ്ക്കായിരിക്കും. ഇങ്ങനെ കൂടിക്കൂടി ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു തുക വന്നു ചേരും. നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതലായി സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലുമാണ് നിക്ഷേപിക്കാറ്. ഇവ നല്ല നിക്ഷേപ മാർഗങ്ങളാണെങ്കിലും ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ ദീർഘകാലത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ കൂട്ടുപലിശയുടെ ഗുണം ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് ക്ഷമയും ഒരു അച്ചടക്കവും അത്യാവശ്യമാണ്. ഇന്ന് നിക്ഷേപിച്ച് നാളെ പണക്കാരനാകാം എന്നൊരു ചിന്തയോടെ ഈ രംഗത്തേക്ക് വന്നാൽ നഷ്ടം സംഭവിക്കാനാണ് വലിയ സാധ്യത. ദീർഘകാല ലക്ഷ്യത്തോടെ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കോമ്പൗണ്ടിങ് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കും. അധ്യായം 4, സമ്പാദിക്കുന്നതും നിലനിർത്തുന്നതും അഥവാ ഗെറ്റിംഗ് വെൽത്തി വാസ് സ്റ്റേയിങ് വെൽത്തി. പലരും മിടുക്ക് കൊണ്ട് പെട്ടെന്ന് പണം സമ്പാദിക്കും. പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ സംരക്ഷിക്കണമെന്നോ അറിയാതെ വളരെ പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. പണം സമ്പാദിക്കാൻ ഒരു പക്ഷേ കുറച്ച് റിസ്ക് എടുക്കാനുള്ള ധൈര്യം അഥവാ ശുഭാപ്തി വിശ്വാസം, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള തൻ്റെ ഇടം, ഇതൊക്കെ വേണ്ടിവരും. എന്നാൽ സമ്പാദിച്ച പണം നിലനിർത്താൻ വേണ്ടത് വിനയം, മിതത്വം, ദീർഘവീക്ഷണം, പിന്നെ അല്പം പേടിയുമാണ്. അതായത് നേടിയതൊന്നും എളുപ്പത്തിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത. വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളോ പ്ലാനുകളോ ഇല്ലാത്തത് കൊണ്ടാണ് പലരും കിട്ടിയ പണം മുഴുവൻ ദൂർത്തടിച്ച് കളയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് തന്നെ നോക്കിയാൽ ലോട്ടറി അടിച്ച പലരും കുറഞ്ഞ കാലം കൊണ്ട് പഴയതിലും ദരിദ്രരായി മാറിയ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അത് കാരണം അവർക്ക് പണം കൈകാര്യം ചെയ്യാനുള്ള അറിവോ കഴിവോ ഇല്ലാത്തത് കൊണ്ടാണ്. ആ പണം എങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ പഠിക്കുന്നതിനൊപ്പം അത് എങ്ങനെ ബുദ്ധിപരമായി നിലനിർത്താമെന്നും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മോർഗൻ ഹൗസൽ ഇതിനെ ഒരു മരം നടുന്നതിനോടാണ് ഉപമിക്കുന്നത്. ഒരു ചെറിയ തൈ നടുമ്പോൾ ആദ്യം പുറത്തേക്ക് വലിയ വളർച്ചയൊന്നും കാണില്ല. പക്ഷെ അതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ അത് പടർന്ന് പന്തലിച്ച് വലിയൊരു മരമാകും. നിക്ഷേപവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ക്ഷമയോടെ കാത്തിരിക്കണം, ദീർഘകാല ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവസാന അധ്യായം, സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം. പണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരുപക്ഷെ സ്വാതന്ത്ര്യമാണ്. എന്ത് ജോലി ചെയ്യണം, എവിടെ ജീവിക്കണം, എപ്പോൾ ജോലി ചെയ്യണം, ആരുടെ കൂടെ സമയം ചെലവഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പണം നമുക്ക് നൽകുന്നു. നമ്മുടെ സമയത്തിൻ്റെ മേലിലുള്ള നിയന്ത്രണം അഥവാ കൺട്രോൾഡ് ഓവർ യുവർ ടൈമാണ് പണം തരുന്ന ഏറ്റവും വലിയ നേട്ടം. പലപ്പോഴും ആളുകൾ പണത്തിന് വേണ്ടി ഈ സ്വാതന്ത്ര്യം അടിയറ വെക്കുന്നു. ഇഷ്ടമല്ലാത്ത ജോലികളിൽ വർഷങ്ങളോളം തുടരുന്നു. ഉയർന്ന ശമ്പളം കിട്ടുമെങ്കിലും ഒട്ടും സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. കൂടുതൽ പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ആരോഗ്യവും കുടുംബ ബന്ധങ്ങളെയും ഇഷ്ടങ്ങളെയും ഇവയെല്ലാം മറന്നുപോകുന്നു. ഇന്ത്യയിൽ തന്നെ ഉയർന്ന ശമ്പളമുള്ള പല ജോലികളും, ഉദാഹരണത്തിന് ഇപ്പോൾ IT രംഗം നോക്കിയാൽ തന്നെ ആളുകൾ രാവും പകലും കഷ്ടപ്പെടുന്ന കാണാം. അവർ നല്ല പണം സമ്പാദിക്കുന്നുണ്ടാവാം, പക്ഷേ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ഒരുപാട് പേര് ജോലി സമ്മർദ്ദം കാരണം മരിക്കുന്നത് അഥവാ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പണം ഒരു ലക്ഷ്യമായി മാറുകയാണ്. ഓർക്കുക, പണം ഒരു ഉപകരണം മാത്രമാണ്. അത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും നമുക്ക് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യം നൽകാനും വേണ്ടിയുള്ളതാണ്. പണത്തിന് വേണ്ടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ സന്തോഷം നൽകുന്ന, ജീവിതത്തിൽ സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പണത്തെ ഒരു ഉപാധിയായി മാത്രം ഉപയോഗിക്കുക. അതാണ് യഥാർത്ഥ സാമ്പത്തിക
വിജയം. മോർഗൻ ഹൗസോളിൻ്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പണത്തെ കേവലം നോട്ടുകെട്ടുകളോ അക്കങ്ങളോ ആയി കാണാതെ അതിനോടുള്ള നമ്മുടെ മനോഭാവവും പെരുമാറ്റവുമാണ് സാമ്പത്തിക വിജയത്തിൽ പ്രധാനമെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സാമ്പത്തികപരമായ അറിവുകൾ, അതേപോലെ തന്നെ പല ഫേമസ് ബുക്കുകളുടെ സമ്മറികൾ, ആ സമ്മറിനെ നമ്മുടെ ജീവിതാനുഭവവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ സാമ്പത്തിക ഭദ്രത നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.